നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയുടെ ഈ പ്രത്യേക അഭിമുഖത്തിലേക്ക് സ്വാഗതം. വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഈ ഷഷ്ഠി ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഭഗവാനും അതുപോലെ തന്നെ ശ്രീ ഭദ്രകാളിയും തുല്യ പ്രാധാന്യത്തോടു കൂടി സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്ര സംവിധാനമായതുകൊണ്ട് നാളത്തെ ഉത്സവത്തിന് ഭഗവതിയും ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരുന്നത് കോമരത്തിലൂടെയാണ്. അതായത് പ്രതിപുരുഷൻ എന്ന് പറയും. ഭഗവതിയുടെ പ്രതിപുരുഷനായിട്ട് ആവേശിച്ച് ആ ശരീരത്തിലേക്ക് ആവേശിച്ച് ദേവിയുടെ ചൈതന്യം ആവേശിക്കുമ്പോൾ ആ വെളിപ്പാടുകളുണ്ടായി ദേവി തൻ്റെ ഭക്തമക്കളോട് എപ്രകാരമാണോ പ്രതിവചിക്കുന്നത് ആ പ്രതിവചനമാണ് ഈ കോമരത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുക. കോമരം അനുഗ്രഹിക്കുമ്പോൾ തീർച്ചയായും അത് കാളീശ്വരിയുടെ അനുഗ്രഹമായിട്ട് തന്നെയാണ് വിശ്വസിക്കുക. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എല്ലാ വർഷവും ഈ ഉത്സവ കാലത്ത് കോമരമായി ഇവിടെ സേവനം അനുഷ്ഠിക്കുന്ന ശ്രീ അയ്യപ്പൻ, അദ്ദേഹത്തെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ദേവിയുടെ ഒരു നിയോഗമുണ്ടാകുക, അതിലൂടെ വെളിപാടുകളിലൂടെ നമ്മൾ ദേവിയുടെ പ്രവചനങ്ങളുണ്ടാകുക, ഓരോരുത്തരുടെയും ആശ്രയമായി മാറുന്ന ഒരു സംവിധാനം. അപ്പോൾ അത് എത്രമാത്രം മാനസികമായിട്ട് അങ്ങേക്ക് ഒരു പറയാനുള്ളത്? പറയാനുള്ളത് ചെറുപ്പം മുതലേ നമുക്കിതിനോടൊരു ഇതുണ്ടായിരുന്നു, താല്പര്യമുണ്ടായി. അതാണ് പിന്നീട് അത് എന്താണ് ഭഗവതിയെക്കുറിച്ച് പറയുമ്പോഴുണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും അത് ഉറഞ്ഞു തുള്ളി വരികയും അതുപോലെ തന്നെ അത് അമ്മയിലൂടെ ഞാനിപ്പോൾ നിൽക്കുന്ന അമ്പലത്തിൽ തന്നെ 28 ദിവസത്തെ പറയുന്നുണ്ട്. 20 പറ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ 7 ദിവസം കൊടികയറ്റം കഴിഞ്ഞ് 7 ദിവസം ഉത്സവത്തിന് കാലം. 7-ാം ദിവസമാണ് ഉത്സവത്തിൻ്റെ സമയത്ത്. ഉത്സവത്തിനന്ന് പുലർച്ചെ 2 മണിക്ക് അവിടെ ഒരു പുണ്യാളൻ്റെ നടയിൽ നിന്നും ഒരു എഴുന്നള്ളിപ്പുണ്ട്. അത്രയും ഇതായിട്ടാണ് പുണ്യാളനും പള്ളിക്കുന്ന് പുണ്യാളനും ദേവി അവരാണ് ക്ഷേത്രത്തിൽ നമ്മളെത്തിക്കുക. അതുപോലെയുള്ള കർമ്മങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഇതിന് ഇതായത്. പിന്നെ ചെറുപ്പം മുതലേ വല്യച്ഛൻ്റെ കൂടെ നടന്നിട്ടുള്ള ആ ഒരു ആള് നല്ലൊരു പാട്ടുകാരനായിരുന്നു, ഉടുക്കൊട്ടും പാട്ടുകാരനായിരുന്നു, നല്ലൊരു വ്യക്തിയായിരുന്നു. അച്ഛനാണ് അതിൻ്റെ മെയിൻ ആള്. തീർച്ചയായിട്ടും ഈശ്വരീയ സങ്കല്പങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന കോമരങ്ങൾ ഒരു പരിധിവരെ ദൈവങ്ങൾ തന്നെയാണ്. കാരണം അവരുടെ പ്രവൃത്തിയിലും അവരുടെ ജീവിതത്തിലുമൊക്കെ ആ സത്യസന്ധതയും ആത്മീയതയും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള നിതാന്തമായ അർപ്പണവുമൊക്കെ കൈമുതലാക്കി വളരെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ അയ്യപ്പൻ എന്ന് പറയുന്ന ആ ബാലൻ ചെറിയച്ഛൻ്റെ കൂട്ടത്തിലല്ലേ, വലിയച്ഛൻ്റെ കൂട്ടത്തിൽ കൈപിടിച്ച് നടന്ന ഉത്സവങ്ങളിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലുമൊക്കെ പങ്കുചേരുകയും ആ ക്ഷേത്ര സംസ്കാരവും ക്ഷേത്ര ആരാധനയും ഒക്കെ തന്നെ തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് അയ്യപ്പൻ വളർന്നു വലുതായപ്പോൾ തീർച്ചയായും ദൈവങ്ങളുടെ പ്രതിപുരുഷനായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മനസ്സ് മാറുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. കാരണം അത്രമാത്രം അർപ്പണബോധത്തോടു കൂടിയാണ് താൻ ഏറ്റെടുക്കുന്ന ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. അത് മറ്റൊരു ജോലി പോലെയല്ല, ഇതൊരു സാധനയാണ്, ഒരു സേവനമാണ്. കാരണം ഈശ്വരീയമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവിടെ ഈ ക്ഷേത്രത്തിൽ എത്തുന്നവരൊക്കെ ആ കോമരത്തെയാണ് വണങ്ങുന്നത്. കാരണം അത് അമ്മ തന്നെയായിട്ടാണ് സങ്കല്പം. അപ്പോൾ ആ അമ്മയെ കാണുകയാണല്ലോ, അങ്ങയിലൂടെ അമ്മയെ കാണുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അനുഗ്രഹം പകർന്നു കൊടുക്കാൻ കിട്ടുന്ന ഒരു ജന്മ സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു സൗഭാഗ്യം, അതിനെന്താണ് ഭഗവതിയോട് നന്ദി പറയേണ്ടത്? ഭഗവതിയോട് കടപ്പെട്ടിരിക്കല്ലേ ഭഗവതി. തീർച്ചയായിട്ടും നല്ലൊരു ഇതായി നമുക്ക് ജീവിതകാലം മുഴുവനും അവരുടെ സേവകനായി നടക്കാനുള്ള ഒരു യോഗം നമുക്ക് വേണം. ശാരീരികമായും അതുപോലെ മാനസികമായും ഒരു ആപത്തും കൂടാതെ ഒരു ഇക്കണ്ട കാലം മുതൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു മനസ്സിനും ശരീരത്തിനും സുഖവും സന്തോഷവും സംതൃപ്തിയും ആയുരാരോഗ്യാദി സൗഖ്യങ്ങളും കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി നമുക്ക് മുമ്പിലേക്ക് ഉറഞ്ഞു തുള്ളി വരുന്ന ഒരു കോമരമായി പരിലസിക്കാൻ അദ്ദേഹത്തിന് സൗഭാഗ്യം കിട്ടിയത് ഈശ്വരൻ്റെ കടാക്ഷമാണ്, ആ ഭഗവതിയുടെ നിർണയമാണ്, നിശ്ചയമാണ്. അതെന്നും നിലനിൽക്കട്ടെ എന്ന് ക്ഷേത്ര മീഡിയയും പ്രാർത്ഥിക്കുന്നു. ഈ അഭിമുഖത്തിന് വളരെയധികം സന്തോഷം. വിഷ്ണു ചന്ദ്രനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി, ക്ഷേത്ര മീഡിയ.